നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. സ്വപ്നമെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്വപ്നം. ആ സ്വപ്നമാണ് കേരള ബജറ്റ് 2026-27 കേരള പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അന്തംവിട്ട സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിന് തൊട്ടു പിന്നാലെ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അന്നു മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരള ജനത. കേരള ബജറ്റിൽ പലതുമുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ. എന്നാൽ ഈ പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന പണം കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. വലിയ വലിയ സ്വപ്നങ്ങൾക്ക് 1 കോടി, 2 കോടി, 5 കോടി. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം. ഓപ്പറേഷൻ സമുദ്ര പദ്ധതിക്ക് മാറ്റിവെച്ചത് 400 കോടി. 400 കോടി കേൾക്കുമ്പോൾ ഒരു വലിയ സംഖ്യയാവാം. പക്ഷേ 600 കിലോമീറ്റർ തീരദേശം വികസിപ്പിച്ച് കേരളത്തിലെ തുറമുഖങ്ങളൊക്കെ വീണ്ടും വികസിപ്പിച്ചെടുക്കാൻ ഈ 400 കോടി പോയിട്ട് 40,000 കോടി ഉണ്ടെങ്കിൽ പോലും ഒരിടത്തും എത്തില്ല. കേരളത്തിൻ്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ. ഈ സാധ്യതകൾ സംയോജിപ്പിച്ചുള്ള പദ്ധതിയാണ് സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ മേഖലയെ ആകർഷിച്ച് പദ്ധതികൾ ഏറ്റെടുപ്പിക്കാൻ കഴിഞ്ഞാൽ സതീശൻ്റെ സ്വപ്നം വിജയിക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാത, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റുമെന്നാണ് വി.ഡി. സതീശൻ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഇതിൻ്റെ മുഖ്യഭാഗം. അടിസ്ഥാന സൗകര്യം, പ്രത്യേകിച്ച് റോഡ്, റെയിൽ കണക്ടിവിറ്റി വികസിപ്പിച്ചെടുത്താൽ മാത്രമേ സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയൂ ഈ മേഖലയിൽ. അതിനെത്രമാത്രം പണം മുടക്കാൻ സർക്കാരിന് കഴിയും? വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും വികസനവും ഏറ്റെടുത്തിരിക്കുന്ന അദാനി പോലും പരമാവധി ഗവൺമെൻറ്റിനെ ഊറ്റാനുള്ള തത്രപ്പാടിലാണ്. അതിനിടയിൽ എത്രമാത്രം സർക്കാരിന് ശോഭിക്കാൻ കഴിയും? വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതികൾക്കുള്ള സ്ഥലമേറ്റെടുക്കലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് സതീശൻ പറയുന്നു. 1000 കോടി ആവശ്യമുള്ള വലിയ പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് പോലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തുക തികയില്ല. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ട്രൈപോർട്ട് എന്നിവ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം. ഇവയൊക്കെ സ്വകാര്യ മേഖലയെ ആകർഷിക്കാൻ ഉപയുക്തമാണ്. എന്നാൽ എത്രമാത്രം സ്വകാര്യ മേഖലയിലുള്ള വ്യവസായികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരും? അവർക്ക് എത്രമാത്രം ആത്മവിശ്വാസം പകരാൻ സതീശൻ സർക്കാരിന് കഴിയും? അവിടെയാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തിക വിജയം. ഏറെക്കാലമായി കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പദ്ധതിയാണ് മദർഷിപ്പ് നിർമ്മാണം. മുൻപ് കെ.എൻ. ബാലഗോപാലും ബജറ്റിലൂടെ ഇത്തരമൊരാശയം അവതരിപ്പിച്ചിരുന്നു. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപനം. സ്വകാര്യ മേഖലയിലുള്ള വൻകിട കപ്പൽ നിർമ്മാതാക്കളെ കേരളത്തിലേക്ക് ആകർഷിച്ച് അവർക്ക് ആത്മവിശ്വാസം പകർന്ന് ഇവിടെ വ്യവസായമൊരുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമാകും. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ കടൽ അഥവാ സമുദ്രമേഖല, ബ്ലൂ എക്കോണമിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. 590 കിലോമീറ്റർ നീളമുള്ള തീരദേശവും വിഴിഞ്ഞം, കൊച്ചി തുടങ്ങിയ അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഉപയോഗപ്പെടുത്തി വലിയ സാമ്പത്തിക വളർച്ച കേരളത്തിന് കൈവരിക്കാൻ കഴിയും എന്ന് സാമ്പത്തിക വിദഗ്ധർ ഏറെക്കാലമായി പറഞ്ഞു വരുന്നു. കേരളത്തെ രക്ഷിക്കാൻ കടലിലിറങ്ങി നിൽക്കുകയാണ് വി.ഡി. സതീശൻ. അതാണ് സതീശൻ പുതുതായി വിഭാവനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ രൂപപ്പെടുന്നതിൽ സമുദ്രങ്ങൾക്കും കടൽ വ്യാപാരത്തിനും പുരാതന കാലം മുതൽക്ക് തന്നെ വലിയ പങ്കുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും കേരളത്തെ ലോകത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായി ഒരു കാലത്ത് മാറ്റിയിരുന്നു. മുസിറീസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ, നീലിണ്ട എന്നറിയപ്പെട്ടിരുന്ന കൊല്ലം, ബേപ്പൂർ എന്നറിയപ്പെട്ടിരുന്ന കോഴിക്കോട്, തുണ്ടി എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂർ എന്നിവയായിരുന്നു പുരാതന കാലത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. ഇവ പ്രധാന തുറമുഖങ്ങളായി ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്നു.
കുരുമുളക്, ഏലം, ഗ്രാമ്പു, പട്ട്, രത്നങ്ങൾ എന്നിവയായിരുന്നു പ്രധാനമായും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തത്. റോമക്കാർ, അറബികൾ, ചൈനക്കാർ എന്നിവരുമായുള്ള വ്യാപാരത്തിലൂടെ സ്വർണ്ണ നാണയങ്ങൾ, വീഞ്ഞ്, ഒലീവെണ്ണ, മൺപാത്രങ്ങൾ എന്നിവ കേരളത്തിലെത്തി. കടൽ കടന്നുള്ള വ്യാപാരം കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ കാർഷിക മേഖലയെപ്പോലും അന്ന് വലിയ രീതിയിൽ സ്വാധീനിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ബന്ധിപ്പിച്ചുള്ള ജലഗതാഗത പാതയും അന്ന് ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനം കൈവരിച്ചു. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ലഭ്യതയാണ് അറബികളെയും പിന്നീട് യൂറോപ്യന്മാരെയും കേരളത്തിലേക്ക് ആകർഷിച്ചത്. ഇത് കേരളത്തിൽ സാമ്പത്തിക മാറ്റങ്ങൾക്കും വലിയ പുരോഗതിക്കും ഇടവരുത്തി. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് തുടങ്ങിയ വ്യാപാരികൾ കേരളത്തിലെത്തി. ആധുനിക കാലഘട്ടത്തിലും കേരളത്തെ വീണ്ടും സാമ്പത്തിക മഹിമയിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ കടൽ തന്നെ വേണം എന്ന് വി.ഡി. സതീശൻ മനസ്സിലാക്കി. വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കടൽ കടന്ന് വിദേശത്തേക്ക് കടന്നുപോയവർ, അവർ കേരളത്തിലേക്ക് അയക്കുന്ന പ്രവാസി പണം തന്നെയാണ് ഇപ്പോഴും കേരളത്തിൻ്റെ കരുത്ത്. അവയെ നിക്ഷേപങ്ങളാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നമാണ് ബജറ്റിലൂടെ സതീശൻ പങ്കിടുന്നത്. തുറമുഖങ്ങളും ലോജിസ്റ്റിക്സുമൊക്കെ വികസിപ്പിച്ച് പ്രവാസി വ്യവസായികളെ ഉൾപ്പെടെ കേരളത്തിലേക്ക് ആകർഷിക്കുക. കടൽ വിഭവങ്ങൾ മാത്രമല്ല, കടലിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടം, അതുതന്നെയാണ് കേരളത്തോട് വി.ഡി. സതീശൻ ഇപ്പോൾ പറയുന്നതും. തീരദേശ ടൂറിസം അടക്കമുള്ള മേഖലകളെ വികസിപ്പിക്കുക. അതിന് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തുക. മിഷൻ സമുദ്ര പദ്ധതി ഒരു സ്വപ്നം മാത്രമാണ്. അവ യാഥാർത്ഥ്യമാക്കുന്നതിലാണ് ഒരു സർക്കാരിൻ്റെ മികവും മിടുക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടം ഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കുമെന്നാണ് ബജറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ സ്വപ്ന പദ്ധതി എത്രമാത്രം നടപ്പിലാക്കാൻ ആർജവമുണ്ട് ഈ സർക്കാരിന്? സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവ നടപ്പാക്കുന്നതിൻ്റെ ആർജവവും. ജനം എന്താഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയുള്ള ഒരു ബജറ്റാണിത്. എന്നാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അടിമുടി പൊളിച്ചു വാർക്കുന്ന വളരെ കാലോചിത നയപരിപാടികളൊന്നും തന്നെ ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി തന്നെ. ദേശീയ അന്തർദേശീയ റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെയും ആകർഷിക്കുന്ന രീതിയിൽ ഒരു നോളജ് വാലി പാർക്ക്, ഉയർന്ന അക്കാദമിക് മികവുള്ള ഒരു ഉപദേശക സമിതിയുടെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന നോളജ് വാലി യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രതീക്ഷ നൽകുന്നു. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചു. സമുദ്ര മിഷൻ പദ്ധതി പോലെ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊന്നാണ് സതേൺ കേരള എക്കോണമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും ഈ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിശാലമായ ഒരു പദ്ധതി ബജറ്റിൽ ആവിഷ്കരിക്കുന്നു. പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത് 100 കോടി രൂപ. കേരള എക്കോണമി കോറിഡോറിനായി മാറ്റിവെച്ചിരിക്കുന്നത് 50 കോടി രൂപ. വിഭാവനം ചെയ്യുന്ന പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ഈ 100 കോടിയും 50 കോടിയും ഒരിടത്തുമെത്തില്ല. എങ്കിലും ഇതൊരു തുടക്കമാകട്ടെ. സംസ്ഥാനത്ത് ഏവിയേഷൻ ഹബ് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരള എന്നൊരു പദ്ധതിയും ബജറ്റ് ആവിഷ്കരിച്ചിരിക്കുന്നു. കേരള MSME ഗ്രോത്ത് സ്കീം ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സതീശൻ. നൂതന സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കാൻ MSME തലത്തിലുള്ള സ്കീം. പല പദ്ധതികളും വലിയ സ്വപ്ന പദ്ധതികൾ തന്നെയാണ്. എന്നാൽ ഇവയൊന്നും നടത്തിക്കൊണ്ടുപോകാനുള്ള ഫണ്ട് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്വപ്നങ്ങൾ പൂർണ്ണമായി വിൽക്കുന്ന ഒരു ബജറ്റ് എന്ന തലത്തിൽ തന്നെയാണ് നമുക്കിതിനെ കാണേണ്ടത്. ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്ന് സതീശൻ ബജറ്റിലൂടെ വിഭാവനം ചെയ്യുന്നു. എന്നാൽ അവയൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. ഈ മേഖലയിൽ എത്രമാത്രം സ്വകാര്യ പങ്കാളിത്തം ഉറപ്പിക്കാൻ വി.ഡി. സതീശൻ സർക്കാരിന് കഴിയും? സതീശൻ ബജറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഭൂലഭ്യതയാണ് കേരളത്തിൻ്റെ മുഖ്യ പ്രശ്നം. കേരളത്തിൽ കാലോചിതമായ പരിഷ്കാരം ഭൂപരിഷ്കരണ നിയമത്തിൽ വരുത്തും എന്ന് ബജറ്റിലൂടെ സതീശൻ പറയുമ്പോൾ തോട്ടം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പഴയ ഭൂപരിഷ്കരണ നിയമം പൊളിച്ചെഴുതുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു. ഭൂലഭ്യത ഉറപ്പുവരുത്താൻ അത്തരം ചില കടുത്ത നടപടികൾക്ക് സർക്കാർ ഇറങ്ങിത്തിരിക്കുമോ? എങ്കിൽ കേരളത്തിൽ അതുണ്ടാക്കുന്ന സാമൂഹിക ആഘാതം എന്തായിരിക്കും? ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പദ്ധതി. യുവ എഞ്ചിനീയർമാർക്ക് അപ്സ്ട്രീം മുതൽ ഡൗൺ സ്ട്രീം വരെയുള്ള മേഖലകളിൽ വൻ തൊഴിലവസരങ്ങളുണ്ട് എന്ന് ബജറ്റ് പറയുന്നു. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും.
വലിയ പദ്ധതിയാണിത്. പക്ഷെ മാറ്റിവെച്ചിരിക്കുന്നത് വെറും 5 കോടി മാത്രം. സ്പേസ് പാർക്ക് എന്ന ഈ പദ്ധതി കേൾക്കുമ്പോൾ ഇമ്പമുള്ളതായി നമുക്ക് തോന്നാം. എന്നാൽ ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കമിടാൻ പോലും 5 കോടി കൊണ്ട് കഴിയില്ല. വയനാട് ട്രൈബൽ സർവകലാശാല പോലെയുള്ള പൊതുജനങ്ങളെ ആകർഷിക്കുന്ന പദ്ധതിയും ബജറ്റിലുണ്ട്. കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി കേൾക്കുമ്പോൾ വളരെ ആകർഷകമാണ്. കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി പോലൊരു മെഗാ പദ്ധതി വിഭാവനം ചെയ്യണമെങ്കിൽ പോലും ഒരു 10,000 കോടിയെങ്കിലും മുതൽ മുടക്ക് വരും. മിനിമം 1,000 ഏക്കർ സ്ഥലമെങ്കിലും എടുത്ത് ഒരു വലിയ ഹെൽത്ത് സിറ്റിയായി അതിനെ വികസിപ്പിച്ചെടുത്താൽ വലിയ സാധ്യതകളുണ്ട് എന്നത് വ്യക്തം. ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 100 കോടി. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതി, കേരള സിൽവർ എക്കോണമി എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കെയർ ഗിവർ പദ്ധതി പോലുള്ള പൊതുജന ക്ഷേമ പദ്ധതികളും ഈ ബജറ്റിന്റെ പ്രത്യേകതയാണ്. സമഗ്രമായ ഒരു ലാൻഡ് മാനേജ്മെന്റ് നയം പ്രഖ്യാപിക്കും എന്ന് സതീശൻ ബജറ്റിലൂടെ പറയുന്നു. എന്തായിരിക്കും ഈ ലാൻഡ് മാനേജ്മെന്റ് നയം? കാത്തിരുന്ന് കാണാം. പുനരുപയോഗ ഊർജം എന്നൊരു പദ്ധതി ഈ ബജറ്റിന്റെ ഭാഗമാണ്. ആഗോള ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, മലബാറിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം തുടങ്ങി മറ്റനേകം പ്രഖ്യാപനങ്ങളും. ഫുട്ബോൾ സ്റ്റേഡിയത്തിന് 50 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കാൻ ബ്രാൻഡ് കേരളം എന്നൊരു പദ്ധതി. സാംസ്കാരിക രംഗത്ത് നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. ചെറിയ ചെറിയ പദ്ധതികളാണ്, പക്ഷേ അവയൊക്കെ ജനങ്ങളുടെ കയ്യടി നേടുന്നവ. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി അഥവാ ചിത്രനഗരം, MD വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്, ജോൺസൺ മ്യൂസിക് അക്കാദമി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രോഗ്രാം തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ. കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ. പ്രവാസി പങ്കാളിത്തമാണ് ബജറ്റിന്റെ മുഖ്യ ഹൈലൈറ്റ്. പ്രവാസികൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തി കൂടുതൽ നിക്ഷേപ സാഹചര്യമൊരുക്കുക. ഗ്ലോബൽ ഫർണിച്ചർ ഹബ്, ഗ്ലോബൽ ഗോൾഡ് ഹബ് തുടങ്ങി മറ്റൊട്ടനവധി പദ്ധതികൾ. തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ ഈ സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമാകുമെന്ന് ബജറ്റ് പറയുന്നു. എന്നാൽ ഈ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് വെറും 20 കോടി മാത്രം. ജെൻസി പദ്ധതികൾ കുറേയേറെ ബജറ്റിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ജെൻസികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ബജറ്റ് എന്ന കയ്യടി വാങ്ങുകയാണ് സതീശൻ്റെ ലക്ഷ്യം. ജെൻസി ആൻഡ് ന്യൂജൻ ടെക്നോളജി എന്നൊരു പദ്ധതി ഇതിൽ വിഭാവനം ചെയ്യുന്നു. ഇതിനുവേണ്ടി 50 കോടി രൂപ മാറ്റിവെച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിൽ പറഞ്ഞിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്ന പ്രഖ്യാപനം, ഇതിനുവേണ്ടി 600 കോടി രൂപ മാറ്റിവെച്ചു. വനിതകളുടെ സൗജന്യ KSRTC യാത്ര, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയാണ് ഈ പദ്ധതികളിലൂടെ വിഭാവനം ചെയ്യുന്നത്. VD സതീശൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കേരളം ആഗ്രഹിക്കുന്ന പലതും ഈ പ്രഖ്യാപനങ്ങളിലുണ്ട്. വികസന സെമിനാറുകളിലും മറ്റനേകം ചർച്ചകളിലും ഉയർന്നു വന്ന മുഴുവൻ പോയിന്റുകളും ബജറ്റിലേക്ക് ആവാഹിക്കാൻ സതീശന് കഴിഞ്ഞു. എന്നാൽ വിഭാവനം ചെയ്യപ്പെടുന്ന ഈ പ്രോഗ്രാമുകൾ, പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ആർജവവും പണവും എവിടെ? അതാണ് ഇപ്പോൾ മുഖ്യമായി ഉയരുന്ന വെല്ലുവിളി. മറുവശത്ത് സ്വപ്നങ്ങൾ വിൽക്കാനുള്ള ഈ ബജറ്റ് അതിലപ്പുറം എത്രമാത്രം യാഥാർത്ഥ്യബോധമുള്ളതാണ് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ജനങ്ങൾ ഇതെല്ലാം കണ്ട് ഒരു വശത്ത് കൈയടിക്കുന്നു, മറുവശത്ത് ആശങ്ക കൂടുന്നു. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ആ നിമിഷം മുതൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. വലിയ ലക്ഷ്യബോധമുള്ള ഒരു സാരഥി, അതിലപ്പുറം കാര്യങ്ങൾ പഠിക്കുകയും അത് കൃത്യതയോടെ അവതരിപ്പിക്കുകയും ചെയ്ത കണിശക്കാരനായ ഒരു ഭരണാധികാരിയെ സതീശനിലൂടെ കാണുന്നു. എന്നാൽ ബജറ്റിൽ ഇത്രയധികം സ്വപ്നങ്ങൾ കുത്തിത്തിരികെ കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇവ എത്രമാത്രം യാഥാർത്ഥ്യമാകും എന്ന സംശയം സ്വാഭാവികം മാത്രം. ഒരു കാര്യം വ്യക്തമാണ്, ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു ദിശാസൂചികയാണ് ഈ ബജറ്റ്. അതിലപ്പുറം പ്രായോഗികതയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം ഇതൊക്കെ സാധ്യമാകും എന്ന സംശയം ബാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.